അപ്പം നമ്മൾ സാദാ പോലെ തന്നെ രാവിലെ എണീറ്റ് കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചു. അപ്പോൾ ഇത് തിളയ്ക്കട്ടെ. കാപ്പി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഉലുവാപ്പൊടി കാപ്പിപ്പൊടി ഇട്ട് അടുപ്പത്ത് വെച്ചു. ഉലുവ കാപ്പി, ഉലുവ നല്ല വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനത് കുറച്ച് ഇതിലേക്ക് ഇട്ട് കുറച്ച് കാപ്പിപ്പൊടിയും കൂടി ഇട്ടു അടുപ്പത്ത് വെച്ചു. ഇത് തിളയ്ക്കുമ്പോൾ നമുക്ക് എടുത്ത് കാപ്പിയായിട്ട് കുടിക്കാം. ഉലുവാപ്പൊടി ഇട്ട് കുടിക്കുന്ന കാപ്പി നമുക്ക് ഷുഗറിനൊക്കെ നല്ലതാണ്, ഗുണമുണ്ടാവും. പൊടി കുറഞ്ഞു പോയി, നമുക്ക് ഇത്തിരി പൊടിയും കൂടി ഇടാം. കടല, ഗ്രീൻ പീസ്, മസാല കൂട്ട്, അതായത് പട്ട, കറുവപ്പട്ട, ഏലക്ക, ഉലുവ, പുളി, കുരുമുളക്, എള്ള്, കടല, ഉലുവാപ്പൊടി, കാപ്പിപ്പൊടി, കടുക്, ഇത് വെള്ളം തിളപ്പിക്കുന്ന കുടിക്കാൻ, ദാഹശമനി. കാപ്പി നല്ലപോലെ തിളച്ചു. നമുക്കത് കുടിക്കാം. ഉലുവ കാപ്പി, ഒരു കയ്പ്പ് പൊടി, എൻ്റെ ടേസ്റ്റ് എല്ലാം കൂടി നല്ല സ്വാദുണ്ട് ഇതിന്, കാപ്പിക്ക്. നമ്മുടെ കുടിവെള്ളം നല്ലോണം തിളച്ചു. നമ്മൾ ഓഫാക്കി അടച്ചു വയ്ക്കാം. മൈദ, ഉപ്പ്, ഇത് നമ്മൾ ഭൂരി ഉണ്ടാക്കാനാണ്. ഉപ്പും മൈദയും കൂടി നമുക്ക് ഒന്ന് മിക്സാക്കാം.
ഒരു നുള്ളുപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുഴയ്ക്കാം. മൈദപ്പൂരി അല്ലെങ്കിൽ ഗോതമ്പും ഒക്കെ കൊണ്ടാണല്ലോ പൂരി. മൈദ, ഗോതമ്പ് ഇത് രണ്ടും കൂടെ ചേർത്ത് ഉണ്ടാക്കിയാലും നന്നായി പൊന്തി വരും. മൈദയും ഗോതമ്പ് പൊടിയും. എപ്പോഴും ഇച്ചിരി മൈദ ചേർക്കുന്നതാണ് പൂരിക്ക് നല്ലത്. പിന്നെ അതിൻ്റെ കൂടെ ഒരു നുള്ളു റവ ഇട്ടാലും, തരി കുറഞ്ഞ റവ ഇട്ടാലും നന്നാവും. എന്നാൽ ഇത് ഞാൻ കുഴച്ചെടുക്കട്ടെ. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചപ്പോൾ അത് പോരാ, നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. മൊത്തം 1 ഗ്ലാസ് വെള്ളം എടുത്ത് അത് ധാരാളം മതിയാവും. നമുക്ക് കുഴച്ചെടുക്കാം. അതൊക്കെ കുഴച്ചു റെഡി ആയി വെച്ചിട്ടുണ്ട്. ഇതിവിടെ കുറച്ച് നേരം ഇരിക്കട്ടെ. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ചൂടാം. ഞാൻ നോക്കട്ടെ. അവർക്ക് വന്ന് സന്തോഷമായി പോട്ടടി. ഞാൻ അതിൽ വരുമ്പോൾ ഒരു സന്തോഷക്കുറവാണ്. നമ്മുടെ ഫ്രൈ, ചിക്കൻ ഫ്രൈ ആയിട്ടില്ല. മഴക്കോട്ട എടുത്ത് കൊടുക്ക്. അങ്ങനെ നമ്മൾ ഫ്രൈ ചിക്കനാട്ടോ. ചിക്കൻ്റെ കരളും, ഇപ്പം മഴക്കാലമായി കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ആഘോഷം അങ്ങനെയാണ്. ബീഫിൻ്റെ കരൾ, അതൊക്കെ ചങ്ക് കരളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് വർഷക്കാലം കർക്കിടക മാസം ആയാൽ കർക്കിടക മാസം തീരുന്നവരെ ഇങ്ങനത്തെയൊക്കെയാണ് ഇവർ കഴിക്കുക, ഫ്രൈ ആക്കിയിട്ട്. എന്ന് പറഞ്ഞാൽ ഇതും അതൊക്കെ ഇറച്ചിയും അതിൻ്റെ കരളും ചങ്കൊക്കെ മേടിക്കും. എന്നിട്ട് അതിങ്ങനെ ഫ്രൈ ആക്കിയിട്ട് ഇവർ കഴിക്കും, കുരുമുളകൊക്കെ ഇട്ടിട്ട്. ഇതൊക്കെ ഓരോ ശീലങ്ങളാണ്. പിന്നെ മീൻ്റെ കറിയുണ്ട്. പൂരിക്ക് ചിക്കൻ ഫ്രൈ ഉണ്ട്, മീൻ്റെ കറിയുണ്ട്. അപ്പോൾ നമ്മുടെ പൂരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പൂരി പരത്തുന്ന ആളതാ എൻ്റെ ഏറ്റവും കൂട്ടുകാരി, നാത്തൂൻ കൂട്ടുകാരിയാണ്. അവളാണ് എനിക്ക് പരത്തി തരുന്നത്. അപ്പോൾ പൂരിയൊക്കെ നല്ല സൂപ്പറായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നന്നായിട്ടോ. അപ്പോൾ പൂരി ഇതാ സൂപ്പറായിട്ടുണ്ട്. നമുക്ക് ഓരോന്നിടാം. എനിക്കിവിടെ വരുമ്പോഴാണ് ഏറ്റവും സന്തോഷമുള്ള ദിവസം. ഏറ്റവും സന്തോഷം എൻ്റെ നാത്തൂൻ്റെ അടുത്ത് വരുമ്പോഴാണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറില്ലേ നിങ്ങളോട് ഓരോ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനത്തെ സന്തോഷമാണ് എനിക്കിവിടെ വന്നാൽ.
അതിനിടയ്ക്ക് നമ്മുടെ ഫ്രൈ ഒക്കെ ഒന്നും കൂടി ഫ്രൈ ആകാൻ വേണ്ടി വെച്ചതാണ്. ഇത് ഇന്നലെ രാത്രിക്ക് ഉണ്ടാക്കിയ കറിയാണ്. അജിനോട് കഴിക്കാൻ പറ. രണ്ടെണ്ണം കഴിച്ചോട്ടെ. പറ പറ. പോവും അനങ്ങാതൊരു പോക്ക. അങ്ങനത്തെ ഇഷ്ടമുള്ളൂ. കുഴപ്പമൊന്നുമില്ല. പക്ഷെ മെനക്കേട് ശരീരത്തിനും കൊള്ളില്ല. മെനക്കേട് ഇല്ല. പൂരി, ഫ്രൈ, ചിക്കൻ, മീൻകറി ഏത് വേണേലും കഴിക്കാം. അതൊക്കെ പൊടിയാവും. തുണി തുണി മേശപ്പുറത്തെ പിന്നെ എവിടെയല്ല കണ്ണേ. വലുത് വീട് സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ. അടുത്തൊരു വീഡിയോ കാണാം. നമ്മുടെ സൂപ്പർ പൂരിയൊക്കെയാണ് നമ്മളങ്ങനെ കഴിക്കുക കേട്ടോ. അതാ പൂരി കഴിക്കാൻ ആൾ വന്നേ. നീലിക്കുട്ടി